ജയേന്ദ്രൻ, ശ്രീ സണ്ണിക്കുട്ടിക്ക് മറുപടി നൽകാം. ഈ തോമസ് കെ തോമസ് മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് താങ്കളോട് നേരിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷേ പല ദിവസങ്ങളിലും വാർത്ത തന്നെയായത് ശശീന്ദ്രനും തോമസ് കെ തോമസും തമ്മിലുള്ള തർക്കവും അവരുടെ പരസ്യ പ്രതികരണങ്ങളും തന്നെയായിരുന്നു. ഇനിയിപ്പോൾ ആ തർക്കമില്ല എങ്കിൽ ഈ പ്രതിസന്ധി ഇല്ലല്ലോ. ആ മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ പ്രതിസന്ധി ഇല്ലല്ലോ. അതെ, ആ പ്രതിസന്ധി ഇപ്പം ഇത് ചർച്ച ചെയ്യുന്ന എല്ലാവരും ബോധപൂർവം വിസ്മരിക്കുന്ന ഒരു കാര്യമുണ്ട്. എവിടെയായിരുന്നു പി സി ചാക്കോ ഇത്രയും കാലം ആരുടെ ഒപ്പമാണ് നിന്നിരുന്നത്? ഏറിയ സമയവും ഈ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഏറിയ കൂടുതൽ നിന്നിരുന്നത് ശശീന്ദ്രനൊപ്പമല്ലേ? കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടല്ലേ അദ്ദേഹം തോമസ് കെ തോമസിന് വേണ്ടി വാദിക്കുന്നത്? എന്തുകൊണ്ടാണ് തോമസ് കെ തോമസിന് വേണ്ടി വാദിക്കാനായിട്ട് തയ്യാറാവുന്നത്? അപ്പോൾ കഴിഞ്ഞ മാസം ഡൽഹിയിൽ നടന്ന ഒരു മീറ്റിംഗിൽ എ കെ ശശീന്ദ്രൻ, തോമസ് കെ തോമസ്, ശരത് പവാർ, സുപ്രിയ സുലെ, പി സി ചാക്കോ ഇത്രയും പേരുള്ള മീറ്റിംഗിൽ പി സി ചാക്കോ തുറന്ന് സമ്മതിക്കുകയാണ്, എന്റെ പിടിവാശി കൊണ്ടാണ് തോമസ് കെ തോമസിനെ ആ 2.5 വർഷം എന്നുള്ള അംഗീകരിക്കാതിരുന്നത്. ഇന്ന് കഴിഞ്ഞ മാസം ആദ്യം സമ്മതിക്കുകയാണ് പി സി ചാക്കോ തന്നെ തന്റെ പിടിവാശിയാണെന്ന് തന്നെ പറഞ്ഞിരുന്നു. പിന്നെ സണ്ണിക്കുട്ടി എബ്രഹാം ഇപ്പോൾ ഒരു ഷുവർ ബെറ്റ് പറഞ്ഞല്ലോ, തോമസ് കെ തോമസിന് കുട്ടനാട്ടിൽ സീറ്റ് ഉണ്ടാവില്ല, CPM അത് ഏറ്റെടുക്കും. ഞാനൊരു ഷുവർ ബെറ്റ് അങ്ങോട്ട് പറയുകയാണ്, ഒരിക്കലും അത് സംഭവിക്കില്ല. തോമസ് കെ തോമസിന് സീറ്റ് ഉണ്ടാവും, കുട്ടനാട് തന്നെയാവും, CPM ആ സീറ്റ് ഏറ്റെടുക്കില്ല. ഉന്നതങ്ങളിൽ നിന്ന് തോമസ് കെ തോമസിന് ലഭിച്ച ഉറപ്പ് തന്നെയാണത്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഞാനും പറയുകയാണ്, എനിക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത്, ഉന്നതങ്ങളിൽ ലഭിച്ച ഉറപ്പ് തന്നെയാണത്. ആ സീറ്റ് CPM ഏറ്റെടുക്കാൻ പോകുന്നില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ചർച്ച ചെയ്ത എല്ലാവരുടെയും പൊതുവായൊരു വികാരം, RSP ബിക്ക് ബോൾഷെവിക്കിന് കോവൂർ കുഞ്ഞുമോൻ എന്തുകൊണ്ട് മന്ത്രിസ്ഥാനമില്ല, എന്തുകൊണ്ട് RJDക്കില്ല? ഇതാണല്ലോ ചോദ്യം. ഇതിപ്പോഴല്ല, ഈ ചോദ്യം നേരത്തെ സെറ്റിൽ ചെയ്തതാണ് എന്നാണ് 2021 2ാം പിണറായി മന്ത്രിസഭയുടെ കാലത്ത് തന്നെ ആ തുടക്കത്തിൽ മന്ത്രിമാരെ തീരുമാനിക്കുമ്പോൾ 2.5 വർഷം വീതം എന്ന് തീരുമാനിച്ചത് അഹമ്മദ് ദേവർ കോവിലിനും ആന്റണി രാജുവിനുമാണ്. അപ്പോൾ തിരിച്ചു വരുന്നത് കടന്നപ്പള്ളിയും ഗണേഷ് കുമാറുമാണ്. ഇതാദ്യമേ തീരുമാനിച്ചതാ. അപ്പോൾ RJD ഒന്നും പറഞ്ഞില്ല ആ സമയത്ത്. അതേസമയം കോവൂർ കുഞ്ഞുമോൻ പറഞ്ഞു, ഞാൻ എത്ര കാലമായി തിണ്ണനിറങ്ങുന്നു, എന്നെ പരിഗണിച്ചില്ല എന്നൊക്കെയുള്ള പുറത്ത് പറഞ്ഞു. LDFിനകത്ത് അദ്ദേഹം പറഞ്ഞില്ല. അത് ആ തർക്കം അന്നേ ഉണ്ടായുള്ളൂ. അപ്പോൾ തന്നെ ആ തീരുമാനം എടുക്കുകയും ചെയ്തതാണ്. ആ തീരുമാനത്തിനെതിരെ ആരും ഒന്നും പറഞ്ഞില്ല. എന്താണെന്നറിയാമോ, അന്ന് RJDയുടെ പ്രസിഡന്റ് MP ആയിരുന്നു, രാജ്യസഭാംഗമായിരുന്നു. അതിനുശേഷമാണ് ആ പോസ്റ്റ് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം അത് പറയാൻ തുടങ്ങുന്നത്. അത് മറ്റൊരു കാര്യം, ഞാനതിന് സമയമില്ലാത്തതുകൊണ്ട് അതിന് ദീർഘമായിട്ട് പോകുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് രണ്ടുപേർക്കും പിന്നിപ്പോൾ ഇടയ്ക്ക് വെച്ച് സംസാരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. NCPയിലെ പ്രശ്നം വരുന്നത്, NCPയിൽ 2.5 വർഷം എന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, പ്രഫുൽ പട്ടേൽ വന്നിട്ടാണ് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഈ തീരുമാനം അറിയിക്കുന്നത്. പവാർജിയുടെ തീരുമാനമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ അങ്ങനെയാണ്, പവാർജി എന്ന് പറഞ്ഞാണ് പറയുന്നത്. ആ തീരുമാനമാണ് അവതരിപ്പിച്ചത്. അതാണ് പിന്നീട് നടക്കാതെ പോയത്. പിന്നീട് ഇപ്പോൾ വന്നപ്പോൾ പ്രശ്നമെന്ന് പറഞ്ഞാൽ ആകെ ഈ പാർട്ടി എന്നുള്ള സജീവൻ പറഞ്ഞത് വളരെ ശരിയാണ്, ഇത്തരം ചെറുകിട പാർട്ടികളെ ഒന്നും അങ്ങനെ അങ്ങ് പ്രോത്സാഹിപ്പിക്കാൻ സമീപനം CPMന് ദീർഘകാലമായിട്ടില്ല, പിണറായി വിജയന്റെ കീഴിലൊട്ടുമില്ല. പക്ഷേ അക്കോമഡേറ്റ് ചെയ്യും. അത്തരം അക്കോമഡേഷൻ ഇവർക്കുണ്ട്. ആ അക്കോമഡേഷൻ ഇടയ്ക്കെന്തെങ്കിലും മാറ്റം വേണമോ എന്നാണ് നവകേരള സദസ്സ് കഴിഞ്ഞ വർഷം ജനുവരിയിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ NCP നേതാക്കളോട്, പ്രത്യേകിച്ച് പി സി ചാക്കോയോട് ചോദിക്കുന്നത്. മാറ്റമുണ്ടോ? ഇല്ല, മാറ്റമില്ല. ശശീന്ദ്രൻ തന്നെ മന്ത്രിയായിട്ട് തുടരും, അതാണ് തീരുമാനം എന്ന് അദ്ദേഹം പറയുന്നു. ആ ടോപ്പിക് അവിടെ തീരുന്നു. പിന്നെ വാർത്ത വന്ന കാര്യം 50 കോടിയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അതിന്റെ പിന്നിൽ വേറെ വലിയ നാടകങ്ങൾ ആ സമയത്ത് തന്നെ കേട്ടിരുന്നു. ഞാനത് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എങ്ങനെയാണ് ആ വാർത്ത വന്നതെന്നൊക്കെ സംബന്ധിച്ച് ചില വിവരങ്ങൾ ഒരുപക്ഷെ സണ്ണിക്കുട്ടിക്ക് തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് കൂടുതൽ അറിയുമായിരിക്കും. ഞാനും ചിലതൊക്കെ കേട്ടിട്ടുണ്ട്. അത് അത്തരം ചർച്ചകളിലേക്ക് പോകുന്നത് അർത്ഥമില്ലാത്തതുകൊണ്ട് അത് പറയുന്നുമില്ല. അപ്പോൾ പ്രശ്നമെന്ന് പറഞ്ഞാൽ NCPയുടെ ഇദ്ദേഹം പ്രസിഡന്റായ ശേഷം 21 മെയ്യിലാണല്ലോ ആവുന്നത്. അതിനുശേഷം ഈ 25 ഫെബ്രുവരി വരുമ്പോഴേക്ക് കീഴ്ഘടകങ്ങൾ പ്രവർത്തനക്ഷമമല്ലാതായി എന്ന് മാത്രമല്ല പലതും നിഷ്ക്രിയമായി പോയിട്ടുണ്ട്. സംസ്ഥാന ഘടകം തന്നെ ചില ഏരിയ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നാണ് ഒന്ന് റിവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മനുഷ്യനെ നേതൃസ്ഥാനത്ത് വെച്ചുകൊണ്ട് കേരളത്തിൽ NCPക്ക് പറ്റില്ല. പിന്നെ മറ്റൊന്ന്, അവര് NDAയിലേക്ക് പോയാൽ എന്താ സ്ഥിതി എന്നുള്ളൊരു ചോദ്യം വന്നല്ലോ. ഇവിടെ ജനതാദൾ NDAയിലാണല്ലോ ഇപ്പോൾ ഒരു ഭാഗം. എന്നിട്ട് എന്താ, ഇവിടുത്തെ 2 പേരും ഉണ്ടല്ലോ, ഒരു മന്ത്രിയും ഉണ്ടല്ലോ. അതങ്ങനെ തന്നെ തീരുമാനിക്കുകയും ചെയ്തല്ലോ. അതേ അവസ്ഥയാവും നാളെ ഇവിടെ ഉണ്ടാവുന്നത്. Debate with Smriti Parathikar.